വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളൻ. നാശപാത്രമായ ലോകം ആകയുദ്ധരിപതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. കാശു പോലും വിലയില്ല വിഷയത്തിൽ ആശയെനിക്കല്ലാതെ യേശുവേ നീ. കാശു പോലും വിലയില്ല വിഷയത്തിൽ ആശയെനിക്കല്ലാതെ യേശുവേ നീ. നാശമേച്ചിടാത്ത ദേശം ആശയോട് കാത്തു വിശുദ്ധാശയത്തോ ഈശനെ നിന്നിൽ വേഷിക്കണം സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശമേച്ചിടാത്ത ദേശം ആശയോട് കാത്തു വിശുദ്ധാശയത്തോ ഈശനെ നിന്നിൽ വേഷിക്കണം സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും അത്ര നാളും നിൻ കൃപയെ ഞാൻ തുതിക്കും. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും അത്ര നാളും നിൻ കൃപയെ ഞാൻ തുതിക്കും. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും അത്ര നാളും നിൻ കൃപയെ ഞാൻ തുതിക്കും. അത്ര ദീപവാസികൾക്കു ചിത്രമായ നിന്റെ നാമം ഉത്തരോത്തരം നിനയുവാൻ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളൻ. ഓ ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകയുദ്ധരിപതിന്
കന്യാകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വായിച്ച തിരുവെടുത്ത് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതാ: അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ ഇല്ല. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. എവിടെ? കനാനിൽ. കാരണം നന്നായിട്ട് ക്ലിയറായിട്ട് പറയണേ, ശ്വാസം എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. അവിശ്വാസം. ചേർത്ത് വേണം പറയാൻ. അവിശ്വാസ നിമിത്തം ഇവർക്കാർക്കും കനാനിൽ ഒത്തില്ല. എല്ലാവരും ഒന്നിച്ചിറങ്ങിയതാ, പക്ഷെ അങ്ങ് ചെന്നില്ല. നമുക്കറിയാം, ഈ എബ്രായ ലേഖനം വളരെ ഈടുറ്റ ഒരു ലേഖനമാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതുക ഈ ലേഖനം. വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ചവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി നിലനിർത്താൻ എഴുതിയ ലേഖനമാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തുവാണ്. എല്ലാവരിലും ശ്രേഷ്ഠനായ ക്രിസ്തുവേശു. അവിടുന്ന് അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. ഇടയ്ക്ക് ഒരു പ്രയോഗം കൂടെ പറഞ്ഞു, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കണം. ആവശ്യമില്ലാത്തൊന്നും നോക്കരുത്. ഇവൻ എത്ര മഹാനെന്ന്. ഇത് യോഗത്തിന് വന്നിരുന്നാലും ഇല്ല, യൂട്യൂബാണ് നോക്കുന്നത്. വേണ്ട, വേറെണ്ണം വന്നടാ, ഉണ്ടാ യേശുവിനെ നോക്ക. ഞാൻ കേട്ടു. പിന്നെ യേശുവിനെ നോക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലൊക്കെ ഒത്തിരി അപാകതകൾ കാണും. ഞാൻ നിങ്ങളെ നോക്കിയാൽ അപാകത കാണും, നിങ്ങൾ എന്നെ നോക്കിയാൽ അപാകത കാണും. നാം അന്യോന്യം നോക്കിയാൽ ഒന്നല്ലെങ്കിൽ മറ്റ്. എന്നാൽ യേശുവിനെ നോക്കി യാതൊരു അപാകതയില്ല. ഇവനെത്ര മഹാനെന്ന്, എനിക്ക് പോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഇല്ല. യേശു ക്രിസ്തു മാത്രമാണ് ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മാത്രമാണ് യോഗ്യൻ. യേശു ക്രിസ്തു മാത്രമാണ് ഉന്നതൻ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. ആ കർത്താവിനെ അറിയുവാനും ആരാധിപ്പാനും നമ്മളാലാവും വിധം കർത്താവിനെ സേവിപ്പാൻ ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അതാ, യേശു ക്രിസ്തു. ആട്ടെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പകല് നമ്മൾ ചിന്തിച്ചത് 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു. എന്നിട്ട് ഇവരെ പറ്റി പറയുന്നൊരു കാര്യമാണ് നമ്മൾ വായിച്ചത്. അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത കനാനിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. പ്രത്യേകത, നല്ല സ്ഥലമാ കനാൻ. കനാന് പ്രത്യേകതയിൽ ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം. പാലും തേനും ഒഴുകും കന്നാൻ നാട്, മാലിന്യമില്ലാതെല്ലും ഭാഗ്യനാട്. പാലും തേനും ഒഴുകും കന്നാൻ നാട്, മാലിന്യമില്ലാതെല്ലും ഭാഗ്യനാട്. ലോകം വിട്ട
വരൂ വാസിയാം പരദേശിക്ക് സിയോൻ ഭൂമിയെന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ ഭൂമിയെന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരു വാസിയ പരദേശിക്ക് സിയോൻ ഭൂമിയെന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ ഭൂമിയെന്നൊരു നാടുണ്ട്. പാടാൻ നേരമില്ല. ഇതെല്ലാം കൂടെ വന്നത് കൊണ്ട് എനിക്ക് വെളുക്കോളം അങ്ങ് പറഞ്ഞ് പാടി ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ വേണേ 1-2 പേര് ഇവിടെ ഇരുന്ന് തരികയും ചെയ്യും. പിന്നെ നാളെ ഇവിടെ സഹായം നടക്കുകയല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൊണ്ടും നല്ല സ്ഥലമായി കനാൻ ദേശം. അപ്പോൾ ഇതിന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞാൽ ഈ പാലും തേനും ഒഴുകുക. അതിനാ അങ്ങനെ പാലും തേനും അങ്ങ് പാലൊഴുകുക എന്നോ? തേനെല്ലാം വേണമെങ്കിൽ എന്നാ അതിൻ്റെ അർത്ഥം എന്നാ? ഉറക്കെ പറ. എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ അസാധാരണമായ ഫലപുഷ്ടി അത് പ്രകീർത്തിക്കാൻ വേണ്ടി കൊടുത്ത പ്രയോഗമാണ്. അല്ല കനാൻ നാട്ടിലെല്ലാം കൂടെ പാല് കിടന്ന് ഒഴുകുകയല്ല. ദേശത്തിന്റെ അസാധാരണമായ ഫലപുഷ്ടി മാത്രമല്ല, ഇതിന്റെ മനോഹാരിത, ദേശത്തിന്റെ മനോഹാരിത, ഈ വിശേഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പാലും തേന് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പാഠം. ഈ പാലും തേനും എന്ന് പറഞ്ഞാൽ നല്ല പുല്ലും പുഷ്പവുമുള്ള ദേശമാണ് കനാൻ ദേശം. പുല്ലും പുഷ്പവും ഉള്ളത് കൊണ്ടാണെന്നല്ല പാലും തേനും. പുല്ല് കണ്ടമാനം ഉള്ളത് കൊണ്ട് കന്നാലിക്ക് നന്നായിട്ടങ്ങ് മേയ. ഇപ്പം എല്ലാം മേയാന്നല്ലോ. അപ്പൊ ഇഷ്ടംപോലെ പുല്ല് കനാനിലുണ്ട്, പുല്ലും പുഷ്പവും. അപ്പൊ പുല്ല് എമ്പിടി ഉള്ളത് കൊണ്ട് കന്നുകാലിക്ക് പരമാനന്ദമാണ്. പുഷ്പം ധാരാളം ഉള്ളത് കൊണ്ട് പുഷ്പത്തിൽ നിന്നാന്നല്ലോ തേൻ. അതായി പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറയാനൊരു ആശയം. ഇഷ്ടം പോലെ പുല്ലും എമ്പടി പൂവും. അപ്പോൾ തേനീച്ചയെന്ന് എല്ലാം ഊറിയെടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ തേനും ആരോട് പറയാൻ? നിങ്ങളുടെ ഇരിപ്പണ്ണ ഞങ്ങൾക്ക് തന്നെ എന്നാ പണ്ടൊരപ്പം പറഞ്ഞ പോലെ കൊരിന്തർക്ക് ലേഖനം വഴി ഞാൻ ഓടഞ്ചേരിക്കാരൻ എന്നാന്ന്. അവിടെ പാലൊഴുകുക തേനൊഴുകുക. നമ്മളിപ്പം വൈകിട്ട് അത്താഴം അങ്ങനെയാന്ന് ഓർത്താൽ നമ്മൾ ഇവിടെ വല്ലതും ഉണ്ടോ ഇനിയും വീട്ടിൽ വെക്കാതെയും കൂടാ പോകുന്നത്. ഇനിയിപ്പം ഇവിടെ അങ്ങനെ ഒക്കെ ഓർത്താ സങ്കടപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, അവിടെ ഇരിക്കും. അപ്പൊ പാലും തേനും ഒഴുകുന്ന ദേശം അതാണ് ഈ കനാൻ ദേശം. വേറെ പുസ്തകം പഠിച്ചാൽ ഈ പാലും തേനും ഒഴുകുന്ന ദേശം, ആ പ്രയോഗം പഴയ നിയമത്തിൽ ഏതാണ്ട് 20 സ്ഥലത്തുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശം പഴയ നിയമത്തിൽ മാത്രം 20 സ്ഥലത്ത്. അതിലെ 19 സ്ഥലത്തും 19 ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കനാൻ നാടിനെ ഉദ്ദേശിച്ച. ഒരു സ്ഥലത്ത് മാത്രം ലെവന്മാർ പറഞ്ഞ് മിസ്രൈമിലും പാലും തേനും ഉണ്ടെന്ന്. അമ്മ ചുമ്മാ പറഞ്ഞ പുഷ്ടി കൊണ്ട് പറഞ്ഞതാകാനാ സാധ്യത. 20 സ്ഥലത്ത് പഴയ നിയമത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് പാലും തേനും ഒഴുകുന്ന ദേശം. അതിൽ 19 സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് കനാൻ നാട്ടിനെ പറ്റിയാണ്. ഒരു സ്ഥലത്ത് മാത്രമാണ് മിസ്രൈമിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് വായിക്കാമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമെന്നറിയാം. ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മളിപ്പം വായിച്ചു. ഇനി അതിൻ്റെ 17-ാം വാക്യവും 13-ന്റെ 5-ഉം 33-ന്റെ 2-ഉം ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യവും സംഖ്യാപുസ്തകം 13-ന്റെ 27, 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, 26-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, 26-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ആവർത്തനം 31-ന്റെ 20-ാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, യെരമ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 32-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഈ 19 വാക്യത്തിൽ കനാൻ നാടിനെ ഉദ്ദേശിച്ചാണ് പാലും തേനും ഒഴുകുന്ന ദേശം എന്ന്
പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് വീട്ടിൽ പോയി ഇതെല്ലാം കൂടെ വായിച്ചാൽ നേരം വിളക്കുന്നാലും പോയി പറ്റുണ്ടാകുകയില്ല. അപ്പോൾ 19 വാക്യം, ഞാനിപ്പോൾ 19 വാക്യം പറഞ്ഞു. ഈ 19 വാക്യത്തിൽ നാടിനെ ഉദ്ദേശിച്ച പാലും തേനും ഒഴുകുന്ന ദേശം. എന്നാൽ ഒരു വാക്യം മിസ്രൈമിനെ ഉദ്ദേശിച്ച കള്ളത്തരം പറയുക. ഞങ്ങൾ വരികയല്ല, മരുഭൂമി ഞങ്ങളെ കൊല്ലുവാൻ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് ഉണ്ടോ. അപ്പൊ യവന്മാര് പറഞ്ഞതാ മിസ്രയും പാലും തേനും ചുമ്മാ ഇവനെല്ലാം ഉള്ളിൽ നൂപ്പാട് വന്നവന്മാരാ. ഉള്ള വെളുത്തുള്ളിയും കൊച്ചുള്ളിയും തവോളയും എല്ലാം കൂടെ കണ്ടിച്ചിട്ട് കഴിച്ച് ഉള്ളിയുടെ നാറ്റം കൊണ്ട് ഇവനെ ഒന്നും അടുപ്പിക്കാൻ പോലും ഒക്കെയല്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇച്ചിര ഉള്ളിയുടെ ആ നാറ്റം മാറിയത്. ഉള്ളി നിന്നെല്ലാം ഊപ്പാട് വന്നതാ. പിന്നെ ഇവർ കഴിച്ച എന്നാന്ന് അവർ തന്നെ പറഞ്ഞു, വായിച്ച 11:4. അപ്പൊ ഈ മിസ്രയീമിൽ വെച്ച് ഇതൊക്കെയാ കഴിച്ചത്, അല്ലാതെ അവിടെ പാലും തേനും ഒന്നുമില്ലായിരുന്നു. രാവിലെ ഉള്ളി, ഉച്ചയ്ക്ക് ഉള്ളി, വൈകിട്ട് തലേന്ന് മത്തങ്ങായ ഉള്ളിയും കൂടെ ഒരു ചാറ്. ഇന്നെന്നായിരുന്നു? ഇന്ന് വെള്ളരിക്കായും കൊച്ചുള്ളിയായിട്ട് ഒരു ചാറ്. ചുരുക്കി പറഞ്ഞ ഇന്ന് ഉള്ളിയാ. ഉള്ളി തിന്ന് വേണ്ടി എല്ലാം ഊപ്പാട് വന്ന് കിടന്നപ്പോഴാ സ്തോത്രം അവിടുന്ന് ദൈവം രക്ഷിച്ചത്. നാമും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. ആർക്കും വേണ്ടാതെ, എല്ലാവരാലും മറക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ പാപത്തിന്റെ പടുകുടിയിൽ കിടന്നപ്പോൾ യേശു നമ്മെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസുഖം മണ്ണുമള്ളവും അനുഭവമാകാൻ, സ്വർഗ്ഗസുഖം മണ്ണുമള്ളവും അനുഭവമാകാൻ, യോഗ്യതയിൽ അഗതികന് കൽപ്പവുമോർഗിൽ, യോഗ്യതയിൽ അഗതികന് കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി, പാപ ശിക്ഷകൾ പോയി, പാപ ശിക്ഷകൾ പോയി. മകാത്ഭുതമേകാൽ വറിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേകാൽ വറിയിൽ മകോന്നതൻ വഹിച്ചിടുന്നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടുന്നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടുന്നീ ലോകത്തിൻ പാപം, സർവ ലോകത്തിൻ ശാപം, സർവ ലോകത്തിൻ ശാപം. ആദിയുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ, തുടസം ആയതിൻ മുൻപേ, ആദിയുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ, തുടസം ആയതിൻ മുൻപേ, ആദിപരാപാപികളെ ഓർത്ത നിന്നൻപേ, ആദിപരാപാപികളെ ഓർത്ത നിന്നൻപേ, ആശ്രയം അതാണെനിക്ക് ആശയും കൂമ്പേ, ദിവ്യ കാരുണ്യ കാമ്പേ, ദിവ്യ കാരുണ്യ കാമ്പേ. മകാത്ഭുതമേകാൽ വറിയിൽ, മകാത്ഭുതമേകാൽ വറിയിൽ കാണുന്ന സ്നേഹം, മകോന്നതൻ വഹിച്ചിടുന്നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടുന്നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടുന്നീ ലോകത്തിൻ പാപം, സർവ ലോകത്തിൻ ശാപം, സർവ ലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് ആവശ്യമില്ലാത്ത അർത്ഥാനായി പറയണത്. ഞങ്ങൾ മിസ്രയീമിൽ, ആ മിസ്രയീമിനെ പറ്റി പറയാ, പാലും തേനും. ഒരു ഗ്ലാസ് പാല് പോലും കുടിച്ചിട്ടില്ല.
പാല് കുടിക്കാൻ നേരെ ഇനി അഥവാ ആരെങ്കിലും പാലുമായിട്ട് വന്നാലല്ലേ മറ്റവന്മാർ കുടിപ്പിക്കുകയല്ല. പാലും മാത്രം എടുക്കും. എടാ കുഴയ്ക്ക്. ഉടനെ അത് കുഴച്ചു. എന്നാൽ കുഴ കഴിഞ്ഞപ്പം എടുക്കാൻ ഇടടെ വൈക്കോല് കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ വെച്ചു. സ്തോത്രം. വൈക്കോലും കൊണ്ടിട്ടപ്പം എന്നാൽ ഇച്ചിരി പാലൊന്ന് കുടിക്കാൻ ഓങ്ങിയതില്ല. എടുത്ത പറഞ്ഞു ബാക്കി കൊണ്ട് ഇഷ്ടം ഉണ്ടാക്കാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒരു തുള്ളി പാല് പോലും കുടിച്ചില്ല. പിന്നെ കുടിച്ചതല്ല, ഈ പെന്തിക്കോസി വന്നാ കുടിച്ചത്. മിണ്ടുകയല്ല. പെന്തിക്കോസി വന്നാന്ന് കഞ്ഞിവെള്ളം കുടിച്ച് കിടന്നവനെല്ലാം ഇവിടെ വന്ന് രണ്ടും ഒരുപോലെ ഇരിക്കും. നോക്കിയാൽ ഒരുപോലെ ഇരിക്കും. പക്ഷേ രുചിക്കുമ്പോഴാണ് അറിയുന്നത് പാൽ ഏതാ കഞ്ഞിവെള്ളം ഏതാന്ന്. സ്തോത്രം. കുട്ടൻ ചുട്ട് തിന്നവനെല്ലാം ഇവിടെ വന്ന് ഇപ്പം മട്ടൻ തട്ടിയടിക്കുക. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. അപ്പൊ നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുവന്നത്. ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം. അപ്പോൾ ഇതെല്ലാം കനാനെ പറ്റിയുള്ള പ്രത്യേകത. പാലും തേനും ഒഴുകുന്ന ദേശം. എന്നിട്ടാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 വായിച്ച ദേശത്തിന്റെ വിശേഷത വായിച്ചേ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഉള്ള ദേശം. ഒലിവ് വൃക്ഷം തേനുമുള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്നും താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. അപ്പൊ ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഇവരെ ഓർപ്പിച്ചുണർത്തുക. അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ. പെന്തിക്കോസി വന്നതാ നിന്റെ ഭാഗ്യം ആണെന്ന് സംശയമാണോ? ഇപ്പൊ ചിലക്കൊരു ചിന്തയുണ്ട്, ഓ വരേണ്ട കാര്യം. അങ്ങനെ ചിന്തിക്കരുത്. ഇത് വന്നതാ നിന്റെ ഭാഗ്യം. വീറും വൃത്തിയായിട്ട് നടക്കാൻ പഠിച്ചത് പെന്തിക്കോസി വന്നേ. പിന്നെ മാന്യമായിട്ട് ഇടപെടാൻ പഠിച്ചത് പെന്തിക്കോസി വന്ന. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ പഠിച്ചത് പെന്തിക്കോസി വന്നതാ. മാന്യമായിട്ട് സംസാരിക്കാൻ പഠിച്ചത് പറ പെന്തിക്കോസ്. അതല്ലേ നമ്മളെ എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ മിണ്ടായിരിക്കുന്നേ. അല്ലെ അറിയാൻ മേലായിട്ടാണോ? ഉള്ള ജനുവിനൊക്കെ കണ്ണ് പൊട്ടുന്നത് അറിയാം. സ്തോത്രം. അതിന് കാരണം പെന്തിക്കോസി വന്നതുകൊണ്ടാണ്. സ്തോത്രം. സ്തോത്രം. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നല്ലൊരു ദേശത്തേക്കല്ലോ ദൈവം നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. ഗോതമ്പും യവവും മുന്തിരിയും അത്തിയും മാതളവും ഒലിവും തേനും 7 കൂട്ടം സാധനം, പ്രധാനപ്പെട്ട 7 കൂട്ടം. തേനുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. സുഭിക്ഷമായിട്ട് ഇഷ്ടം പോലെ കഴിക്കാം. ആക്ക ഉണ്ടെങ്കിൽ നല്ലതുപോലെ കഴിക്കാം. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആക്കോ ആരോഗ്യവും അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കഴിച്ചോണം. പിന്നെ കഴിക്കുമ്പം അവനവൻ്റെ കാര്യം കൊണ്ട് ശ്രദ്ധിച്ചേ കഴിക്കാവൂ. സ്തോത്രം. അതാണ് പിന്നെ ദീനമാണെന്നും പറഞ്ഞ് ഷുഗർ കണ്ടമാനം കൂടി അതിന് 3 ഐസ്ക്രീമാണ് കഴിച്ചത്. മിണ്ടുന്നില്ല. യോടി നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞ പൊതുവിലങ്ങ് പറയുക. എന്നെ ഇന്നലെ യോധ പറഞ്ഞ ഇച്ചിരി ഷുഗർ കൂടിപ്പോയി. അതിന് തലേന്ന് എൻ്റെ വാദം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും യോജിക്കല്ല. കഴിക്കുമ്പോൾ നന്നായി കഴിച്ചോണം. ശരീരത്തിൻ്റെ സ്ഥിതിയും കൂടെ നോക്കണം. ചില അസുഖങ്ങളുള്ളവർക്ക് ചില ഭക്ഷണം പാടില്ല. അവരത് ശ്രദ്ധിക്കണം. സ്തോത്രം. സ്തോത്രത്തോട് കൂടുതൽ ഭക്ഷിക്കുന്നെങ്കിൽ ഒന്നും മർജിക്കേണ്ടെന്ന് പറഞ്ഞ് മുഴുവൻ കഴിച്ചേച്ച് പരുവക്കേടായിട്ട് കട്ടിലേക്ക് കിടക്കരുതെന്ന എൻ്റെ ഒരു അഭിപ്രായം. സ്തോത്രം. എന്തായാലും കൊള്ള സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ പിന്നെ
കല്ലിരുമ്പായിരിക്കുന്നത്. ആ കല്ല് ഇരുമ്പ എന്ന് പറഞ്ഞാൽ അവിടെ കല്ലില്ല, നോക്കുന്നതല്ല ഇരുമ്പ. ഇത്ര നല്ല ആദായമുള്ള സ്ഥലമാണ്. കല്ല് ഇരുമ്പായിരിക്കുന്നത്. പിന്നെ മലകളിൽ നിന്നും താമ്രം വെട്ടിയെടുക്കുന്ന മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കും. പിന്നെ ഒരു കാര്യം പറയാ, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. കാരണം കൂടെ പറയാ, നിന്റെ ദൈവം ഈ സ്ഥലത്ത് കൊണ്ടുവന്നു, നീ അർഹിക്കാത്ത നന്മ ദൈവം നിനക്ക് നൽകി, ഇതിനെല്ലാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഇതെല്ലാം പ്രാപിച്ച് അനുഭവിച്ച് കഴിയുമ്പോൾ സ്വന്തം ബലം കൊണ്ട് നേടിയതാണ് നീ പറയരുത്. സ്വന്തം കൈ കൊണ്ട് സ്വന്തം ബലം കൊണ്ട് നേടിയതാണ് പറയരുത്. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ സമ്പത്തില് നിഗളിക്കൊന്നും ചെയ്യരുത്. സ്തോത്രം, സമ്പത്ത് കണ്ട് നിഗളിക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളെല്ലാം ഓരോന്ന് എണ്ണി എണ്ണി സ്തോത്രം ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരു ഗുണം പറയാം, അങ്ങനെ ചെയ്താൽ നിഗളം വരികയില്ല. മനസ്സിലായോ? നിഗളം വരികയില്ല. അയ്യോ, ഇതെല്ലാം ദൈവം തന്നതാ, ഇതെല്ലാം ദൈവം ചെയ്തതാ, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഇങ്ങനെ എപ്പോഴും സ്തോത്രം ചെയ്താൽ നിഗളം കയറുകയില്ല. ഇതിങ്ങനെ ഓർക്കാതെ സ്തോത്രം ചെയ്യാതെ പോയാൽ എനിക്ക് ഇച്ചിരി കഴിവൊക്കെ ദൈവം തന്നിട്ടുണ്ട്, കൊട്ടാൻ ഇച്ചിരി കഴിവ് ഉണ്ട്, താളക്കണക്കൊക്കെ എനിക്കറിയാം, ഹാർമോണിയം വായിക്കാൻ എനിക്ക് അറിയാം, പാട്ട് പാടാൻ എനിക്ക് അറിയാം, പിന്നെ പ്രസംഗിക്കാൻ എനിക്ക് അറിയാം, ഇപ്പം എന്നെ കവച്ചു വെക്കാൻ ആരും ഇല്ല. സ്തോത്രം. ഈ ഡ്രസ്സ് അത് ഞാനിട്ടെങ്കിൽ ശരിയാവുള്ളൂ. സ്തോത്രം. ഇപ്പം ഈ സഭയിലുള്ളതിൽ ഇച്ചിരി മെച്ചം ഞാനാണ്. ഞാൻ ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആളല്ല, പിന്നെ കുറച്ച് നാൾ കൊണ്ട് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ അകത്ത് കയറും. അകത്ത് കയറിയാൽ നിഗളം ഉണ്ടാകും. അങ്ങനെ അതല്ല മറ്റേ പുള്ളി വെട്ടുകൊണ്ട് വീണത്, അത് വരരുത് നിഗളം. അപ്പം നിഗളം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു പോംവഴി അവിടെ ആ ഭാഗത്ത് ദൈവം ചെയ്തതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് സ്തോത്രം പറഞ്ഞോണം. യോ, എൻ്റെ ദൈവമേ, തുണി ദൈവം തന്നതാ, അന്നേരം ഇച്ചിരി ഒതുങ്ങും. യോ, ഈ വണ്ടി, അയ്യോ എൻ്റെ കർത്താവ് തന്നതാ, സ്തോത്രം. യോ, തലമുറ ദൈവം തന്നതാ, ഈ വീട് എൻ്റെ അമ്മമ്മ ഒരു ഗതിയില്ലാതെ കിടന്ന ദൈവം തന്ന വീടാ. അത് കൂടെ അങ്ങോട്ട് പറഞ്ഞോണം. അങ്ങനെ കൂടെ കൂടി ഇത് പറയുമ്പോൾ നിഗളം കയറത്തുമില്ല, ദൈവത്തിന് മഹത്വമാ. സ്തോത്രം. അപ്പൊ ഇവരെ ദൈവം അതെ ഈ ചില കാര്യങ്ങൾ എണ്ണി എണ്ണി ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് എണ്ണി എണ്ണി ഓർത്ത് പറയണം. ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിക്കുന്നില്ല, ഒരു 10-11 കൂട്ടം കാര്യമുണ്ട്, എല്ലാം വായിപ്പിക്കുന്നില്ല. ഒന്ന്, അടിമവീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നെന്ന് എന്ന് ഓർത്ത് സ്തോത്രം ചെയ്തോണം. അപ്പൊ നിങ്ങൾ ഇതിനെല്ലാം സ്തോത്രം ചെയ്യണം. എപ്പോഴും ഓർത്തോണം, ഞാൻ അടിമ വീട്ടിൽ നിന്നാണ് ഇവിടെ വന്നത്, ഒരു കണ്ണിന് പോലും എന്നോട് ദയയില്ലായിരുന്നു, അടിമനുഖത്തിൽ ഞാൻ കുടുങ്ങിക്കിടന്നതാ, എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. സ്തോത്രം. ഇത് ഓർത്ത് സ്തോത്രം ചെയ്തോണം. ഒന്ന്, അടിമ വീട്ടിൽ നിന്ന് ദൈവം നിന്നെ കൊണ്ടുവന്നു. 2, ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്നേ. ഭയങ്കരമായ മരുഭൂമി. സ്തോത്രം. ഇതൊക്കെ ഓർത്തോണം, എപ്പോഴും ഓർക്കണം. ഒന്ന്, അടിമ വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നു. 2, ഭയങ്കരമായ മരുഭൂമി. 3, അഗ്നിസർപ്പവും തേളുമുള്ള സ്ഥലമായിരുന്നു. ഈ ആവർത്തന പുസ്തകത്തിൽ മാത്രമേ തേളിനെ പറ്റി പറയുന്നുള്ളൂ. ഏതാ? മരുഭൂമിയിൽ അഗ്നിസർപ്പവും. അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നത്? ഒന്ന് വായിച്ചേ. അഗ്നിസർപ്പവും തേളും. മതി. അഗ്നിസർപ്പവും തേളും. അപ്പൊ ഇതെപ്പോഴും ഓർത്തോണം. ഒന്ന്, നീ ഇവിടെ വന്നിരിക്കുന്നത് അടിമ വീട്ടിൽ നിന്ന് ആ ദൈവം നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. 2, ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ ദൈവം നിന്നെ നടത്തിയത്. ഇതെല്ലാം ഓർത്തോണം എപ്പോഴും. ഇത് ഓർക്കുമ്പോൾ തന്നെ കുറെ ഒതുങ്ങും. 3, അഗ്നിസർപ്പവും തേളുമുള്ള സ്ഥലത്താണ്. ഇതൊക്കെ ഓർത്തോണം, വളരെ സൂക്ഷിച്ചോണം.
തേളിൻ്റെ വിഷം എവിടാ? പണ്ട് നീതിസാരത്തിനുണ്ടായിരുന്നു, വൃശ്ചികസ്യ വിഷം പുച്ഛ അക്ഷികായ വിഷം ശിര തക്ഷകസ്യ വിഷം ദന്തം സർവാംഗം ദുർജനസ്യ ഛ. നീതിസാരവാ. ഇനിയിപ്പം നിങ്ങൾ ചിന്തിക്കോ, ഇനിയിപ്പം ബൈബിളിലെല്ലാം പുള്ളി നിർത്തി, ഇനിയിപ്പം നീതിസാരമൊക്കെ ചൊല്ലി. വൃശ്ചികസ്യ വിഷം പുച്ഛ എന്ന് പറഞ്ഞാൽ തേളിന് വാലിലാണ് വിഷം. തേള് വരുമ്പം വാല് നോക്കിയാൽ മതി, തലയുടെ ഭാഗം പേടിക്കണ്ട. നമ്മൾ വാല് നോക്കണം, വാലേലം പിടിച്ചാൽ വിഷം കയറും. വൃശ്ചികസ്യ വിഷം പുച്ഛ. വൃശ്ചികം തേളിൻ്റെ വിഷം വാലില്ല. അപ്പം വാല് സൂക്ഷിച്ചോണം. അവൻ വാലിന് കുത്തുന്നുണ്ടോയെന്ന് നോക്കട്ടെ. തേള് വരുമ്പോൾ നമ്മൾ നോക്കട്ടെ, തേളിൻ്റെ വാല്, അവനപ്പം വാല് നമ്മൾ നോക്കി നിന്നാൽ മതി, തലയുടെ ഭാഗം അത്ര പേടിക്കണ്ട. വൃശ്ചികസ്യ വിഷം പുച്ഛ അക്ഷികായ വിഷം ശിര. അക്ഷികം ഈച്ച, ഈച്ചയുടെ വിഷം തലയില, ശിര. അക്ഷികായ വിഷം ശിര തക്ഷകസ്യ വിഷം ദന്തം. തക്ഷകൻ പാമ്പ്, പാമ്പിൻ്റെ വിഷം പല്ലില. തേളിൻ്റെ വിഷം വാലിൽ. തേളിൻ്റെ വിഷം വാലിൽ. ഈച്ചയുടെ വിഷം തലയിൽ. പാമ്പിൻ്റെ വിഷം പല്ലില. വൃശ്ചികസ്യ വിഷം പുച്ഛം അക്ഷികായ വിഷം ശിര തക്ഷകസ്യ വിഷം ദന്തം. അടുത്ത പ്രയോഗം സർവാംഗം ദുർജനസ്യ ഛ. ദുർജനത്തിന് മുഴുവൻ വിഷമാണ്. അതാണ് നമ്മൾ പറഞ്ഞ വിഷം വരുന്നെന്ന്. തേള് വരുമ്പം മാല് നോക്കിയാൽ മതി, സൂക്ഷിച്ചാൽ മതി. ഈച്ച തല, പാമ്പിന് പല്ല്. പക്ഷെ ദുർജനത്തിന് സർവാംഗം ദുർജനസ്യ ഛ. അങ്ങനെ ഉള്ള വിഷം ഒത്തിരി ഉണ്ട്. മുഴുവൻ വിഷമാണ്. ഒരു അവയവം പോലും വിഷം ഇല്ലാത്ത ഇല്ല. തോണ്ടിയാൽ മതി, അത് കാളകൂടമാണ്. സ്തോത്രം. ഇടയ്ക്കൊന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ദൈവമക്കൾ ഓർത്തണം. ഒന്ന്, അടിമവീടായ മിസ്രയീമിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഓർത്തോണം, എപ്പോഴും ഓർത്തോണം. രണ്ട്, ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ ദൈവം നിന്നെ നടത്തിയത് ഓർത്തോണം. മൂന്ന്, അഗ്നി സർപ്പവും തേളുമുള്ള സ്ഥലത്തൂടെ ദൈവം നിന്നെ ഭദ്രമായി നടത്തിയത്. ഇതൊക്കെ ഓർത്തോണം. നാല്, തീക്കൽപ്പാറയിൽ നിന്നാണ് ദൈവം നിനക്ക് വെള്ളം തന്നത്. വെള്ളം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. നോക്കുമ്പോഴെല്ലാം തീ പറക്കുന്ന പാറ. ചൂടങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ പാറയെന്ന് തീ പറക്കുന്ന പോലെ തോന്നുക. പക്ഷേ തമ്പുരാൻ മോശയോട് പറഞ്ഞ് അടിയെടുത്തടിക്കാൻ പറഞ്ഞു. ഒരടി വെള്ളം ചാടി പുറപ്പെട്ടെന്ന തീക്കൽ പാറയുടെ അകത്താണ് നിനക്ക് ദൈവം വെള്ളം ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ തീച്ചൂളയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ പോകുന്ന ദൈവത്തിന്റെ പൈതലേ, നീ തളർന്നു പോകരുത്. അതിനകത്ത് ആ ദൈവപ്രവൃത്തി. തീക്കൽപ്പാറയതിൽ നിന്ന് ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജല കൊടുത്തവൻ. ഓ, തീക്കൽപ്പാറയതിൽ നിന്നും ഓ മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനേ. മല്ലന്മാരിൻ ഭോജനത്താൽ കർത്തനെ വാഴ്ത്തി വണങ്ങി എന്നേക്കും. ഓ കർത്തനെ വാഴ്ത്തി വണങ്ങി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ഒരു ദൈവ പൈതൽ ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, അടിമ വീട്ടിൽ നിന്ന് വിടിവെച്ചതിനാല് സ്തോത്രം. ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി എന്നെ നടത്തിയതിനാല് സ്തോത്രം. അഗ്നി സർപ്പവും തേളുമുള്ള ഈ സ്ഥലത്ത് നീ എന്നെ സൂക്ഷിച്ചതിനാല് സ്തോത്രം. തീക്കൽ പാറയിൽ നിന്ന് എനിക്ക് വെള്ളം തന്നതിനാല് സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നെകളിക്കാൻ തോന്നുകയല്ല. 4, 5, മരുഭൂമിയിൽ മന്ന ദൈവം കൊടുത്തു.
ഇവർ കാണാത്ത ഭക്ഷണമാണ് ദൈവം പൊഴിച്ചു കൊടുത്തത്. മന്ന അല്ലേ കണ്ടോണേ? ഇതെന്തുവാന്ന് ചോദിച്ചു. ഇതെന്താ? മന്ന, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. സ്തോത്രം. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. അവിടെ വിവരിക്കുന്നില്ല. 6 കാടയെ പാളയത്തിൽ കൊണ്ട് കൊടുത്തു. നമ്മളന്നേ ബൈക്ക് എടുത്തുകൊണ്ട് ഓടുക ഒരു കോഴിയെ മേടിക്കാൻ, ഇല്ലയോ? മിണ്ടുകാല അല്ല, കോഴി വീട്ടിലോട്ട് വരികയെന്നോ? ഇതിപ്പോൾ കണ്ടപ്പോൾ രാവിലെ ഒരു കോഴി വീട്ടിലോട്ട് കയറി, എന്നാൽ കുഞ്ഞുഞ്ഞമ്മയെ കണ്ടിച്ചോ, ഓടിച്ചെന്ന് മേടിക്കുക കോഴിയെ. എന്തമ്പരാനും എൻ്റെ പാളയത്തിൽ കൊണ്ട് പറത്തി അങ്ങോട്ട് നിർത്തി വെച്ച് പറഞ്ഞ് എത്തിപ്പിടിച്ചേച്ച് ചിക്കൻ തിന്നിടാന്ന് പറഞ്ഞു. ഉണ്ടോ ദൈവത്തിൻ്റെ പദ്ധതി? ഈയോടി നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കോഴിയൊക്കെ ശരിക്കും കഴിക്കാൻ തുടങ്ങിയത് പെന്തിക്കോസി വന്നേ പിന്നെ സമ്മതിക്കുകയല്ല. പണ്ട് നിനക്ക് ഒരു കഷണോ ഒരു കിഴങ്ങിൻ്റെ കഷണോ ഇച്ചിരി ചാറുവാ പണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കുന്നതല്ലേ, എന്നെ ലജ്ജ തന്നെ. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ കെൻറ്റക്കിയിലായിരുന്നെന്നാണ് തോന്നുന്നത്. നിങ്ങൾ അവിടെ അമേരിക്ക കെൻറ്റക്കിയിലായിരുന്നു. നിങ്ങളിക്കുന്നത് ഓർത്തോർത്ത് സ്തോത്രം ചെയ്യുക. അപ്പൊ കാടയെ പാളയത്തിൽ കൊണ്ടുവന്ന് പറത്ത് നിർത്തി വെച്ച് പറഞ്ഞു എത്തിപ്പിടിച്ച് ചിക്കി തിന്നാൻ പറഞ്ഞു. അടിച്ച് തിന്നിവൻ്റെ എല്ലാം മൂക്കിൽ കൂടെ ചാടി ഓക്കാനം വരുന്നത് വരെ. അയ്യോ, എന്നാലും മയത്തിന് കഴിക്കണ്ടേ? ഉണ്ട് അല്ല, അപ്പനും മോനോടെ കഴിക്കാൻ പോയപ്പം അപ്പനെ കഴിച്ചോണ്ടിരിക്കുക. മോൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. എന്നാലും അപ്പം പറഞ്ഞു വെള്ളം കുടിക്കാതെ ചോറ് പോയി കഴിക്കാൻ പറഞ്ഞു. വെള്ളം കഴിക്കുന്നതിന് അവനെ പിന്നെയും ചോറ് കഴിച്ചു. പിന്നെ അവൻ വെള്ളം കുടിച്ചു. പിന്നെ ഒരു എന്നോടല്ലേ പറഞ്ഞു കല്യാണത്തിന് ഉണ്ണുക ചുമ്മാ കിട്ടുകയല്ലയോ. അവൻ പിന്നെയും കഴിച്ച് പിന്നെയും വെള്ളം കുടിച്ചപ്പോൾ ഒരു ഇടിയും കൂടെ കൊടുത്ത്. വേദന പറഞ്ഞ അച്ചായ വെള്ളം കുടിച്ചാലിന് ഗുണം എന്നറിയോ? നമ്മൾ ഈ ചോറെല്ലാം കൂടെ വെള്ളം കുടിക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒതുങ്ങും. അപ്പോൾ കുറച്ചുകൂടെ കഴിക്കാം. പിന്നെ അത് കഴിച്ച് വരുമ്പം വെള്ളം ഇച്ചിരി കുറച്ചുകൂടെ ഒതുങ്ങും. ഉടനെ പുള്ളി ഒറ്റയിടി. എന്നാൽ ഇത് ആദ്യം എന്നോട് പറയണ്ടായിരുന്നു ഒന്ന്. ചുരുക്കി പറഞ്ഞാൽ അവൻ ഇടി മേടിച്ചെന്നുള്ളതാണ്. എടാ, എന്നാൽ ഈ ബുദ്ധി എനിക്ക് നേരത്തെ തുടക്കത്തിലേ പറയണ്ടേ? ഈ മാർഗത്തിൽ വന്നതാ. നല്ല കാടപ്പക്ഷിയെ കൊണ്ട് അങ്ങോട്ട് പറത്തി കൊടുത്തു, എത്തിപ്പിടിച്ച് ചിക്കത്തിന്. അപ്പോൾ 1 അടിമ വീടായി മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് ഓർത്തോണം. 2 മഹാമരുഭൂമിക്കൂടി ദൈവം നിന്നെ നടത്തി ഓർത്തോണം. 3 തേളും അഗ്നിസർപ്പമുള്ള സ്ഥലത്താണ് ദൈവം നിന്നെ സൂക്ഷിച്ചത്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 4 തീക്കൽ പാറയിൽ വെള്ളം തന്നാ നിന്നെ പരിപാലിച്ചത്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 5 ഈ മരുഭൂമിയിൽ സ്വർഗീയ ഭോജനമാണ് നിനക്ക് തന്നത്, ഓർത്തോണം. 6 കാടയെ നിന്റെ പാളയത്തിൽ കൊണ്ട് ദൈവം തന്നു. ഇതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യണം. 7 ഇങ്ങനെ എഴുതിക്കുന്ന വസ്ത്രം ജീർണിച്ചില്ല. വസ്ത്രം ജീർണിച്ചില്ല. അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യണം. അല്ലെ 40 കൊല്ലം കൊണ്ടുള്ള ജൗളിക്കടയെ മുഴുവൻ കയറി ഊപ്പാട് വരേണ്ടതാണ്. സ്തോത്രം. വസ്ത്രം ജീർണിച്ചില്ലെന്ന അങ്ങനെ എഴുതിയേക്കുന്ന ആവർത്തന പുസ്തകത്തിൽ വസ്ത്രം ജീർണിച്ചില്ല. ആവർത്തന 8-ാം അധ്യായത്തിന് 4 ജീർണിച്ചില്ലെന്നല്ലേ? ഒന്ന് വായിച്ചേ. അയ്യോ, നീ ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല. ഈ ആവർത്തന പുസ്തകത്തിൽ വസ്ത്രം ജീർണിച്ചില്ലെന്ന. പക്ഷേ നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ വസ്ത്രം പഴകിയില്ലെന്ന. എപ്പോഴും നല്ല ടിപ്പ് ടോപ്പായിട്ടായിരിക്കുന്നത് വസ്ത്രം. 40 കൊല്ലം നോക്കുമ്പോഴെല്ലാം നല്ല പുത്തനുടുപ്പിട്ടുകൊണ്ട് നടക്കുന്ന പ്രതീതിയാണ്. ഇതിപ്പം പഠിച്ച ഇത് പുതിയതാ. ഈ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒച്ചിൻ്റെ ദേഹം വീർക്കുമ്പോൾ ഇവർ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടത് വളരുകയല്ലേ, അന്നേരം വസ്ത്രം അങ്ങ് വളരുക എന്ന്. സ്തോത്രം. പഴകിയില്ല.
നെഹമ്യാവിൽ അങ്ങനല്ലേ? അതെ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ജീർണിച്ചില്ല. നെഹമ്യാവ് പറയും ആ വസ്ത്രം, അയ്യോ ദൈവം എന്ത് ഭദ്രമായിട്ടാണ് നിന്നെ നടത്തിയത്. നെഞ്ചത്ത് കൈ വെച്ച് പറ, നല്ല തുണി കൊടുക്കാൻ വന്ന പെന്തിക്കോസ് വന്നേ പിന്നില്ലേ അല്ലേ? സത്യം പറ, സത്യം പറ, സത്യം പറ. അതോ ഷീമാട്ടിലെ അപ്പ പുള്ളിയുടെ അനിയനായിരുന്നോ നീ? റെഡ്ഡി ആരുടെ? നല്ല തുണി കൊടുക്കാൻ വന്ന പെന്തിക്കോസ് വന്നേ പിന്നെ. സ്തോത്രം, വസ്ത്രം ജീർണിച്ചില്ല. അപ്പൊ ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 7 വസ്ത്രം ജീർണിച്ചില്ല. 8 കാല് വീങ്ങിയില്ല. കാല് വീങ്ങിയില്ല. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 9 അല്ല, നെഹമ്യാവ് വെച്ച വസ്ത്രം പഴകിയില്ല. 10 ദൈവം ഇവരെ പുലർത്തി. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുക, 11 ഒന്നിനും കുറവില്ലായിരുന്നു. ഇന്ന് രാത്രി 11 കാര്യം ഒന്ന് അറിഞ്ഞേ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ചെയ്യണം. കർത്താവേ, അടിമ വീട്ടിൽ നിന്ന് വിടുവിച്ചതിനാൽ സ്തോത്രം. മഹാമരുഭൂമിയിൽ ഭയങ്കര മരുഭൂമി നടത്തിയതിനാൽ സ്തോത്രം. അഗ്നിസർപ്പവും തേളുമുള്ള ഈ സ്ഥലത്ത് ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം. തീക്കൽ പാറയിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം തന്നതിനാൽ സ്തോത്രം. മരുഭൂമിയിൽ മന്ന തന്നതിനാൽ സ്തോത്രം. അയ്യോ, 7 കാടപ്പക്ഷിയെ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. 8 വസ്ത്രം ജീർണിക്കാറ് ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം. കാല് വീങ്ങാറ് ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം. വസ്ത്രം പഴക്കമില്ലാതെ അവൻ കാത്തതിനാൽ സ്തോത്രം. അയ്യോ, ഞങ്ങളെ പുലർത്തിയതിന് സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ നടത്തിയതിനാൽ എല്ലാത്തിനും സ്തോത്രം ചെയ്താട്ടെ. ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ.